എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോശമാണെന്ന് അവർക്ക് തോന്നിയില്ല. ഹണി റോസനില്ലാത്ത പ്രശ്നം കേട്ടവർക്ക് എന്തിന്? പുതിയ വിവാദത്തിൽ ആരാധകർ. ശരീരപ്രകൃതിയുടെയും വസ്ത്രധാരണത്തിൻ്റെയും പേരിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടാറുള്ള നടിയാണ് ഹണി റോസ്. ഇടയ്ക്കിടെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാറുള്ള ഹണി ഇതിൻ്റെ പേരിലും പരിഹസിക്കപ്പെടാറുണ്ട്. ഏറ്റവും പുതിയതായി ബോബി ചമ്മണ്ണൂരിൻ്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ നടിയുടെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. എന്നാൽ ഹണി റോസിനോട് ബോബി ചമ്മണ്ണൂർ അപമര്യാദയായി പെരുമാറിയെന്ന തരത്തിൽ ആരോപണവും ഉയർന്നു വന്നു. പൊതുവേദി വെച്ച് നടിയെക്കുറിച്ച് ബോച്ചെ പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായിരിക്കുന്നത്. ഹണിയെ കാണുമ്പോൾ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രം ഓർമ്മ വരുന്നുവെന്നായിരുന്നു താരം പരാമർശിച്ചത്. ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് കുന്തി ദേവി ഓർമ്മ വരുന്നു. മൈക്കിലൂടെ ഹണി റോസ് ഉള്ള സ്റ്റേജിൽ നിന്നാണ് ബോബി ഇത് പറഞ്ഞത്. ഹണി ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാല ജ്വല്ലറിയിൽ നിന്ന് ഇടുന്നു. ശേഷം ബോബി ഹണിയെ ഒന്ന് കറക്കുന്നു. ശേഷം നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗം മാത്രമേ കാണൂ. മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയതെന്ന് പറയുന്നു. പ്രിയപ്പെട്ട ഹണി റോസ്, താങ്കൾക്ക് ബാഡ് കമൻറ്റ്സ് ഇടുന്ന ഫേസ്ബുക്കിൽ ഉള്ളവരെ പറ്റി പറയാൻ 100 നാവാണല്ലോ. നിങ്ങളുടെ മുന്നിൽ വെച്ച്, അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു കോടീശ്വരൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ താങ്കളുടെ മുഖത്ത് ചിരി മാത്രമാണല്ലോ കണ്ടത്. ഇങ്ങനെ കിട്ടുന്ന കാശുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം ഗതികേട് താങ്കൾക്കുണ്ടായതിൽ വിഷമമുണ്ട്. ബോബി ചമ്മണ്ണൂർ ഇനി എത്ര കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുത്താലും കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത ആളാണ് താനെന്ന് വീണ്ടും തെളിയിച്ചു എന്നാണ് സിനിമാ ആസ്വാദകരുടെ കുറിപ്പിൽ പറയുന്നത്. ഇതിന് താഴെ ഹണിയെ പിന്തുണച്ചും വിമർശിച്ചും ഒക്കെ കമൻറ്റുകളുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത്. ഹണി റോസ് ഇതുവരെ ഒന്നും പ്രതികരിക്കാത്ത സ്ഥിതിക്ക് മറ്റുള്ളവർ എന്തിനാണ് ഒരു വാക്കിൻ്റെ പേരിൽ വെറുതെ വിവാദമുണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഹണി റോസിന് ഇല്ലാത്ത വിഷമം പൊതുജനത്തിന് എന്തിനാണ്? അല്ലെങ്കിൽ ആ നിമിഷം അവർ വേദി വിട്ടേനെ. മഹാഭാരതം ഹിന്ദി ടെലിവിഷൻ സീരിയലിലെ നടിയുടെ മുഖച്ഛായ ഉണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു. നടിക്ക് ബോച്ചെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും. അവർ വിവാദ പ്രസ്താവന ഇറക്കിയിട്ടില്ല. സിനിമ അഭിനയവും മോഡലിംഗും തൊഴിലാണ്, എന്തിനാണ് അവരുടെ വിവാഹം മുടക്കുന്നത് എന്നിങ്ങനെ താരങ്ങളെ അനുകൂലിച്ചുകൊണ്ടാണ് കൂടുതൽ കമൻറ്റുകളും വന്നിരിക്കുന്നത്. ബോച്ചെ എന്ന് പറയുന്ന ആള് അങ്ങേര് ഡബിൾ മീനിങ് ആയിട്ടുള്ള വർത്താനം ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ള ആളാണ്, പറയുന്ന ആളാണ്. പ്രായം നോക്കാതെ അങ്ങേര് സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചുമായിട്ട് എന്തോ ട്രോഫിയായിട്ട് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് വൃത്തികേടുകൾ ഒരുപാടുണ്ട്. അതൊക്കെ പലരും റിയാക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് വൃത്തികേടുകൾ പറയുമ്പോൾ അത് കൈവിട്ട് പോകുമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഒരു ടീമുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കുറേ ആൾക്കാർ വിളിപ്പിക്കാൻ വേണ്ടി കമൻറ്റ് ഇടും, അങ്ങനെ ഒക്കെ അടിക്കാൻ കുറേ പേര്. സ്വന്തമായിട്ട് ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ട് ഇങ്ങർക്ക്, ഉച്ച ഫാൻസ് എന്നൊക്കെ പറയും. കാശുള്ളവന്മാർ പറയുമ്പോൾ തൊലിച്ച് നിൽക്കും അവളുമാർ. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഒരു കോളേജ് വെച്ച് നടന്ന പരിപാടിയിൽ ഒരു ചെറുക്കൻ വന്ന ഒരു നടൻ്റെ തോളിൽ ഇങ്ങനെ കൈവച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആ നടൻ ആ കൈ തട്ടി മാറ്റുകയും ഭയങ്കര സീനാക്കുകയൊക്കെ ചെയ്തു ആ വിഷയം. അപ്പോൾ അവനുണ്ടായൊരു നാണക്കേടൊക്കെ ഭയങ്കര ഇതായിരുന്നു, ചമ്മിപ്പോയി. എന്നിട്ട് ആ നടൻ ഇപ്പോൾ തമിഴിൽ പോയിട്ടുള്ള ഡാൻസൊക്കെ കാണണം. ഭയങ്കര കോമഡിയാണ്. അങ്ങനെയാണ് ഈ കാശും പണവും അല്ലെങ്കിൽ പേരും പ്രശസ്തിയുള്ളവർ എന്ത് ചെയ്താലും പ്രശ്നമല്ല. നമ്മളൊക്കെ എന്തെങ്കിലും കമൻറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനെതിരെ വലിയ ഡയലോഗ് അടിച്ച് വരും. ഇതിനെതിരെ പ്രതികരിക്കാതെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും പറയട്ടെ.